നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു മാറ്റം അനിവാര്യമാണ്. കാരണം കുറച്ച് അപകടം പിടിച്ചൊരു സമയത്തൂടെയാണ് ഇപ്പോൾ കേരളവും കടന്നു പോകുന്നത്. അത് മാറുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായിട്ട് എനിക്ക് പ്രധാനമന്ത്രിയുടെ ഭയങ്കര ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളോടും എനിക്ക് ആ ഒരു ബഹുമാനമുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിനെ അനുസരിക്കണം, അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യണം എന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട്. 26-ാം തീയതി വോട്ട് ചെയ്യുമ്പോൾ ഈ അദ്ദേഹം നിർദ്ദേശിക്കുന്ന 20 പേരിൽ എന്തായാലും ശരി ഒരു നല്ല പങ്ക് കേരളത്തിൽ നിന്ന് വരികയാണെങ്കിൽ കേരളത്തിനൊരു മാറ്റം വരും എന്ന കാര്യത്തിൽ NDAക്കും വേണ്ടി വോട്ട് ചോദിക്കാനേ ഈ മല്ലിക സുകുമാരന് കുറച്ചെങ്കിലും ഉളുപ്പ് വേണം. ഉളുപ്പ്. മുന്നേ പൃഥ്വിരാജിനോടൊക്കെ ഈ BJP കാട്ടിക്കൂട്ടിയ നിലപാട് ഈ സ്ത്രീക്ക് ഇപ്പോഴും അറിയില്ല. എന്താണ് ഇവൾ പറയുന്ന ഈ ഒരു കാര്യം? എത്ര മോശമായ അവസ്ഥയിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾക്കറിയോ ഇതിലും വലിയ മോശമായ അവസ്ഥയിലാണ്. എന്താണ് ഈ മോശമായ അവസ്ഥ എന്നും പാടി ഒന്ന് പ്രതിപാദിക്കണം കേട്ടോ ഈ മല്ലിക സുകുമാരന്. പുറം സ്റ്റേറ്റുകളും പുറത്തൊക്കെ എന്താണ് അവസ്ഥ? നമ്മളെ പ്രധാനമന്ത്രി പോലും അത്തരത്തിലുള്ള BJPൻ്റെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഹെയ്റ്റ് സ്പീച്ചും അതേപോലെ ഓരോ മനുഷ്യരെയും തല്ലിക്കൊല്ലുക. ഇപ്പോൾ അടുത്ത ഇടയായിട്ട് ഒരു പാസ്റ്ററൊക്കെ ഉണ്ടല്ലോ അടിച്ച് ഇതാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു മലയാളി പാസ്റ്ററൊക്കെ. എന്താണ് അവസ്ഥ? ഇവർ ഇത്ര ബോധമില്ലാതായി മാറിയല്ലോ എന്ന് എനിക്ക് ആലോചിക്കുമ്പോഴാണ് വളരെ വിഷമട്ടോ. കാരണം മല്ലിക സുകുമാരനൊക്കെ BJPയെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ NDAനെ സപ്പോർട്ട് ചെയ്യുക, NDA വരണമെന്നൊക്കെ ഒക്കെ ഇത്രയും വിഷമകരമായിട്ട് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മല്ലിക സുകുമാരനെ ആലോചിക്കാത്തത്? മുന്നേ ഈ ലക്ഷദ്വീപുമായുള്ളൊരു വിഷയത്തിലൊക്കെ പൃഥ്വിരാജിനെ ഒരുപാട് ഹരാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ജനം TV ഒക്കെ. കാരണം സംഘ് പരിവാറിൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരുപാട് വിഷം കലർത്തുന്ന കാര്യങ്ങൾ ഈ പൃഥ്വിരാജിനെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മല്ലിക സുകുമാരനെ എന്തിൻ്റെ കേടാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്കും വേണ്ടി വോട്ട് ചോദിക്കുക എന്ന് പറയുമ്പോഴേ കേരളം ഇപ്പം പ്രശ്നമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ മറ്റുള്ള സംസ്ഥാനത്തെ പോലെ ഇവിടെ അക്രമങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ എന്താണ് അവിടുത്തെ അവസ്ഥ? മല്ലിക സുകുമാരൻ ഏത് ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവണില്ല. ഇത്രയൊക്കെ എന്താ പറയുക, ഇത്രയും വിഡ്ഢിത്തപരമായി ചിന്തിക്കുന്നൊരു സ്ത്രീ എന്നൊക്കെ പറയുമ്പോഴേ എത്ര അപകടകരമാണെന്നറിയോ? പൃഥ്വിരാജിനൊക്കെ പല വിഷയങ്ങളിലും ഈ അടുത്തിടെ ആടുജീവിതം സിനിമേൻ്റെ വിഷയത്തിൽ പോലും ഒരുപാട് മോശമായി ചിത്രീകരിച്ചവരാണ് BJPയും NDAയൊക്കെ. ഈ ഫാസിസ്റ്റ് സംഘടന അവർക്ക് വേണ്ടിയിട്ടാണ് മല്ലിക സുകുമാരൻ. എനിക്ക് മനസ്സിലാവുന്നില്ല, ആരെങ്കിലും ഒരു ബാക്ക് എന്നൊരു കുത്തിത്തിരിപ്പോട് മാത്രമാണ് മല്ലിക സുകുമാരൻ ഈ വോട്ട് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ മല്ലിക സുകുമാരൻ ഇത്തരത്തിൽ വോട്ട് ചോദിക്കൂല NDAക്ക് വേണ്ടിയിട്ട്. ഉളുപ്പ് വേണം, ഉളുപ്പ്. സ്വന്തം മകനെ ഉറ്റിക്കൊടുക്കുന്ന പോലെയാണ് NDAക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത്. പൃഥ്വിരാജൊക്കെ ഒരുപാട് പ്രയാസം നേരിട്ടിട്ടുണ്ട്. പൃഥ്വിരാജിനൊക്കെ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഈ BJP, ഈ NDA. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട ഇത്തരത്തിൽ BJPക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ. എന്താണ് ഉളുപ്പ് വേണം, ഉളുപ്പ്. പ്രഫുൽ പട്ടേലിന്റെ വിവാദ നയങ്ങൾക്കെതിരെ ലക്ഷദ്വീപിനൊപ്പം കേരളത്തിലും വ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപ് ജനതയ്ക്ക് അനുകൂലമായ പ്രതികരണം നടത്തി ഒരു നീണ്ട പോസ്റ്റാണ് പൃഥ്വിരാജ് തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അതിനുശേഷം നിരവധി താരങ്ങളും സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ. പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യനെ ഏറ്റവും നല്ലൊരു മനുഷ്യനായിട്ടൊക്കെ ഞാൻ കാണുന്നത്. മറ്റുള്ളവരെ എങ്ങനെ എനിക്കറിയില്ല. പക്ഷേ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും അദ്ദേഹം ഏറ്റവും നല്ല ഒരു എന്താ പറയുക ജനാധിപത്യ വിശ്വാസിയാവാനും അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും അദ്ദേഹത്തെ നമ്മളൊക്കെ അങ്ങനെ കാണുന്നത്. സപ്പോർട്ടുമായി എത്തി. ഇപ്പോഴിതാ ലക്ഷദ്വീപിനെ അനുകൂലിച്ച് പൃഥ്വിരാജ് പ്രതികരണം നടത്തിയതിനെതിരെ BJP വക്താവായ B ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചാണ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ എത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. ലക്ഷദ്വീപ് കാശ്മീരാക്കുക തന്നെയാണ് വേണ്ടത്. ഞാൻ വളരെയധികം ആസ്വദിക്കുന്ന ഒരു കലാകാരനാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിന്റെ അച്ഛൻ സുകുമാരനും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടനായിരുന്നു.
പക്ഷേ പൃഥ്വിരാജ് പറയാതെ വയ്യ, താങ്കൾ അച്ഛൻ സുകുമാരന് ഒരു അപമാനമാണ്. എന്ത് പറയണം എന്ന് തീരുമാനിക്കാനുള്ള താങ്കളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, സൗമ്യയെക്കുറിച്ച്, ബംഗാളിലെ ഹിന്ദു വംശീയതയെക്കുറിച്ച് ഒരക്ഷരം പ്രതികരിക്കാത്ത താങ്കൾക്ക് എന്തായിരുന്നു ലക്ഷദ്വീപിന്റെ കാര്യത്തിൽ ഇത്രയും വ്യഗ്രത? ഒരുപക്ഷേ താങ്കളുടെ ഒരു പഴയ അഭിമുഖത്തിൽ താങ്കൾ തന്നെ വ്യക്തമായി പറയുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവിടെ പരിഹരിക്കുന്നത്. അന്ന് താങ്കൾ പറഞ്ഞിരിക്കുന്ന ആ സാമൂഹിക രാഷ്ട്രീയ പ്രതിബന്ധങ്ങൾ തന്നെയാണ് ഇന്നും ലക്ഷദ്വീപിലെ പ്രതിബന്ധങ്ങൾ. ആ പ്രതിബന്ധങ്ങൾ നിലനിൽക്കേണ്ടത് ഇന്ന് IS ഉൾപ്പെടെ ശ്രീലങ്കയിൽ നിന്നും അവിടെ കുടിയേറിയിരിക്കുന്ന മത തീവ്രവാദികളുടെ ആവശ്യവുമാണ്. താങ്കളുടെ ഒരു നല്ല സുഹൃത്തെന്ന് താങ്കൾ തന്നെ അവകാശപ്പെടുന്ന സച്ചിയുടെ അനുഭവങ്ങൾ താങ്കൾക്കും അറിവുള്ളതായിരിക്കും. അതുകൊണ്ട് കൈപ്പറ്റുന്ന പച്ചപ്പണത്തിന് ഉപരിയായി കുറച്ചെങ്കിലും അച്ഛൻ്റെ ഗുണങ്ങൾ താങ്കളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, സൈനിക് സ്കൂളിൽ നിന്നും താങ്കൾ നേടിയെടുത്ത വ്യക്തിത്വം കുറച്ചെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ താങ്കൾ താങ്കളുടെ ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ ജനങ്ങൾ ഒരുപാട് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഉദ്ബോധനം കൊണ്ട് നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരെ അമ്മ ഇത്തരം സംസാരമൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ്, എവിടേക്കാണ് ഈ അപകടകരമായിട്ട് ഈ പോകുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ലക്ഷദ്വീപിന്റെയും കാശ്മീരിന്റെയും ഗതിവിഗതികളും ഇന്ന് ഒരേപോലെ തന്നെയാണ്. കാശ്മീരിൽ പാകിസ്ഥാനി തീവ്രവാദികളാണെങ്കിൽ ലക്ഷദ്വീപിൽ IS തീവ്രവാദികളുടെ സാന്നിധ്യം കണ്ടു തുടങ്ങി. കാശ്മീരിൽ മഞ്ഞുമലകളായിരുന്നു മറയെങ്കിൽ ലക്ഷദ്വീപിൽ മഹാസമുദ്രം. പ്രകൃതി രമണീയമായ ഈ രണ്ട് പ്രദേശങ്ങളും പക്ഷേ ഭാരതീയർക്ക് പോലും അപ്രാപ്യമാണ്. കേന്ദ്ര സർക്കാർ നടപടികൾ എടുത്തതോടെ ഇപ്പോൾ കാശ്മീരിൽ തികച്ചും സമാധാനപരം. കല്ലേറില്ലാത്ത, വെടിയൊച്ചുകളില്ലാത്ത ശാന്തമായ കാശ്മീർ. ടൂറിസ്റ്റുകൾ കാശ്മീരിലേക്ക് ഒഴുകുന്നു. ഇതാണ് ഇന്നത്തെ കാശ്മീർ. ലക്ഷദ്വീപും ഇതുപോലെ ഇന്ത്യയുടെ 1-ാം നമ്പർ ടൂറിസ്റ്റ് കേന്ദ്രമാകണം. അതിന് നിയമങ്ങളും നടപടികളും വേണ്ടിവരും. പുതിയ നിയമങ്ങളുടെ കരട് ജനങ്ങളുടെ ഹിതത്തിന് സമർപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, പിന്നെന്തിനീ മുറവിളി? പിന്നെ ബേപ്പൂർ തുറമുഖം മാറ്റി മംഗലാപുരം ആക്കണമെന്നത് ലക്ഷദ്വീപിലെ MP അടക്കമുള്ളവരുടെ തീരുമാനമാണ്. അതിനെന്തിനാണ് നിങ്ങൾ ബഹളം വെക്കുന്നത്? ഗുണ്ട ആക്ട് കൊണ്ടുവന്നതിൽ ഗുണ്ടകൾ ഭയന്നാൽ പോരെ? അതോ ഗുണ്ടകൾക്ക് വേണ്ടിയാണോ നിങ്ങൾ വക്കാലത്ത് പിടിക്കുന്നത്? ലക്ഷദ്വീപ് ഭാരതത്തിന്റെ ഭാഗമാണ്. മതം നോക്കിയിട്ടല്ല ഭാരതത്തിന്റെ ഭരണഘടനയും നിയമവും നടപ്പാക്കുന്നത്. ജനാധിപത്യപരമായി നടപ്പാക്കേണ്ടത് എല്ലാം നടപ്പാക്കും. കേന്ദ്രം ഭരിക്കുന്നത് അതിന് കഴിവുള്ളവരും ഭാരതത്തിലെ ജനങ്ങളാൽ അതിന് നിയോഗിക്കപ്പെട്ടവരും ആണ്. അതുകൊണ്ട് മുറവിളി നിർത്തി ലക്ഷദ്വീപിന്റെ വികസനത്തിന് വേണ്ടി പിന്തുണ കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പിന്നെ ഗുജറാത്ത് പേടി, അതെന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ലക്ഷദ്വീപ്, സേവ് ലക്ഷദ്വീപ്, ലക്ഷദ്വീപ് ന്യൂസ്, BJP എന്നീ ഹാഷ്ടാഗുകളോടെയാണ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു തുറന്ന കത്താണ് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. നിയമമോ പരിഷ്കാരങ്ങളോ എന്തുമാകട്ടെ, അത് നാടിനു വേണ്ടിയല്ല, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാകണമെന്നും ഭൂമിശാസ്ത്രപരമായ അതിർത്തികളല്ല, ജനങ്ങളാണ് ഒരു നാടിനെ നിർവചിക്കുന്നതെന്നും പൃഥ്വിരാജ് തന്റെ കുറിപ്പിൽ പറയുന്നു. ലക്ഷദ്വീപ് വാസികളുടെ ശബ്ദം കേൾക്കണം. അവരുടെ നാടിന് എന്താണ് നല്ലതെന്ന് അവർക്കറിയാം. അവരെ വിശ്വസിക്കൂ. ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ ഇടങ്ങളിലൊന്നാണ് ഇത്. അതിനേക്കാളേറെ സുന്ദരമായ ജനങ്ങളുമാണ് അവിടെ താമസിക്കുന്നത് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. വോട്ട് ചോദിക്കാൻ വേണ്ടി ഉളുപ്പ് വേണം, ഉളുപ്പ്. ഏതായാലും ജനാധിപത്യ വിശ്വാസികളൊക്കെ ജനാധിപത്യം മുറുകെ പിടിച്ച് ജീവിക്കുക. ഇത്തരം ചില ബാക്കിൽ നിന്നുള്ള തിരുപ്പന്മാരെ പരിപാടി കൊണ്ട് ചില സമയങ്ങളിലൊക്കെ ചിലർക്ക് മനം മാറ്റം സംഭവിക്കാറുണ്ട്. അത്തരത്തിൽ മനം മാറിയ ഒരാളാണ് നമ്മളെ സുരേഷ് ഗോപിയും. അപ്പോൾ അത് നമ്മൾ മറക്കണ്ട. സുരേഷ് ഗോപിയൊക്കെ പല സമയങ്ങളിലും, ഇപ്പോൾ അബ്ദുള്ള കുട്ടിയൊക്കെ പല പാഠം ചവിട്ടി ഇപ്പോൾ വേറെ സ്ഥലത്തെത്തി. ഇപ്പോൾ അബ്ദുള്ള കുട്ടീൻ്റെ വലിയ ഇതൊന്നുമില്ല. ഈ PC ജോർജ്, ഇങ്ങനെ ഓരോരുത്തരും എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു കാര്യത്തിലും ഒരു നിലവാരവും ഇല്ലാത്ത മനുഷ്യരാണ് ഈ BJPയിലും സംഘപരിവാറിലും ഇതിലൊക്കെ ഉള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഫാസിസത്തിനെ നമ്മൾ ഈ ഇലക്ഷനോട് കൂടി ഫാസിസത്തിനെ നമ്മൾ ജനാധിപത്യ വിശ്വാസികളെല്ലാവരും ഒന്നിച്ച് നിന്ന് ഫാസിസത്തെ ഒരൊറ്റക്കെട്ടായി നേരിടണം. നമ്മൾ എന്നേക്കുമായി നമ്മൾ ജനാധിപത്യം തിരിച്ചു വരണം, മതേതരത്വം തിരിച്ചു വരണം.